കുട്ടികളായില്ലേ, എത്ര മക്കളാ, വിശേഷമായോ, ഈ സംഭവം ചോദിക്കുന്നത് ചിലപ്പോൾ അവർക്ക് മക്കളുണ്ടോ ഇല്ലേന്ന് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവർ വേദനിപ്പിക്കാനോ ആവണം എന്നില്ലല്ലോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന സംഭവത്തിന് തന്നെ നമ്മൾ ചോദിക്കുന്നത് നെഗറ്റീവായിട്ടാണ് എന്നുള്ള ഒരു രീതിയിലാക്കി മാറ്റിയിട്ടില്ലേ. ഇതിനൊക്കെ മാറ്റം പറ്റുമോ? പല രീതിയിലുണ്ട്. അതായത് ചിലരിങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിനെ അറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അറിയാതെ ചോദിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടം പോലെ പേഴ്സണൽ എക്സ്പീരിയൻസുകളുണ്ട്. അവരറിയുന്നുണ്ടാവില്ല, അവർ ജസ്റ്റ് നമ്മളൊരു കാഷ്വൽ ടോക്ക് പോലെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ മുന്നേ കാണുന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര പ്രശ്നമായിരുന്നു, ഇവരെന്താ എന്നോട് അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഗ്രോ ചെയ്തപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അവരവരുടെ സ്നേഹത്തിൽ നിന്ന് ചോദിക്കുന്നതാണെന്നുള്ളത്. അതിനങ്ങനെ കാണാൻ പറ്റിയപ്പോൾ എനിക്കത് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മളെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരൊന്നല്ല. ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ നമ്മളവിടെ ഒറ്റപ്പെട്ട് എന്നെ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തപ്പം എനിക്ക് ആരും എന്നെ ഭയങ്കര വേദനിപ്പിക്കുന്ന പോലെ 1-2 ഒക്കെ ഉണ്ടാവും. പക്ഷെ മെജോറിറ്റിയും അറിയാതെ ചോദിക്കുന്നവരും അവരറിയാതെ സംഭവിക്കുന്നതാണ്. അപ്പം അതിനെ ആ ഒരു അർത്ഥത്തിൽ എടുക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം.